ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തത് സോസേജിൻ്റെ റെസിപ്പിയാണ്, ഹോം മെയ്ഡ് ചിക്കൻ സോസേജിൻ്റെ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് കഴിക്കാൻ, പക്ഷെ നമുക്ക് ഷോപ്പിൽ പോയാൽ തന്നെ ഒരു മടിയാണ് എടുക്കാൻ. കാരണം നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്, ഇത് ഹെൽത്തി അല്ല, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിൽ കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേടിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മക്കൾക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലെങ്ങനെയാണ് സോസേജ് ചെയ്തെടുക്കുക എന്നുള്ള ഈ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ സോസേജാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കിലോളം ചിക്കൻ നല്ല ഡ്രൈ ആക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഇഞ്ചിയും വെള്ളുള്ളിയും, പിന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ 3/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവ് അനുസരിച്ചിട്ട് അത് ഒന്ന് വാരി ചെയ്യും. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിലും അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നല്ല ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഐറ്റം ഞാൻ 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒറിഗാനോ അല്ലെങ്കിൽ പാസ്ലി ലീഫോ അല്ലെങ്കിൽ കസൂരി മേത്തിയോ എന്തായാലും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. പിന്നെ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് ഒഴിവാക്കാം. ഇനി ഞാൻ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം മധുരമില്ലാത്ത പാൽപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെഡാർ ചീസ് അല്ലെങ്കിൽ മൊസറല്ല ചീസോ അല്ലെങ്കിൽ ഏതെങ്കിലും പിസ്സാൻ്റെ ചീസ് കിട്ടുകയെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂൺ തന്നെയാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോ വരെ ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് 1 ടീസ്പൂണാണ്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ തന്നെ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമുക്കിതിനെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് ഇത്ര മസാല വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിനാഗിരി, ഉപ്പ്, കുറച്ച് ലെമൺ കൂടിയും ചേർത്തിട്ട് ഇതുപോലെ അടിച്ചെടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്ര അധികം മസാല ഫ്ലേവേഴ്സൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ. ഇനി ഈ ഒരു മീറ്റിനെ നമുക്ക് സോസേജിൻ്റെ ഷേപ്പിലും ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. നന്നായി തടവിയതിന് ശേഷം അതിൽ നിന്ന് ഒരു ബോൾസ് എടുത്തിട്ട് ഒരു ബോൾ സൈസ് എടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സോസേജിൻ്റെ ഷേപ്പ് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോയിലിൽ നമ്മൾ ആ ഒരു സൈസ് വെച്ച് കൊടുക്കണം, ആ ഒരു ഷേപ്പ് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ കൈമേൽ എണ്ണ തടവൽ മസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മളെ കയ്യിലൊക്കെ ആകെ ഒട്ടി പിടിക്കും. അങ്ങനെ ഫോയിൽ വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഒന്നുകൂടിയും വലുതാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതിനെ. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മാക്സിമം ടൈറ്റ് ആക്കിയിട്ട് വെക്കുക നോക്കുക. അതുപോലെ തന്നെ 2 എൻഡുകളും നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓരോ റോളിങ്ങിലും നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇച്ചിരി ലെങ്ത് ഉള്ള അലുമിനിയം ഫോയിൽ ആകുമ്പോൾ നമുക്ക് അകത്തേക്കൊന്നും മാക്സിമം നമ്മൾ വെള്ളം അകത്തേക്ക് കയറാത്ത രീതിയിൽ വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 എൻഡുകളും ഓരോ റോളിങ്ങിലും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആ ഒരു സോസേജിൻ്റെ ഷേപ്പ് നമുക്ക് ഫോം ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു 1/4 കിലോ ചിക്കൻ കൊണ്ട് ഞാനിവിടെ 8 ബോൾസാണ് എടുത്തിട്ടുള്ളത്. 8 സോസേജാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നന്നായിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് നമ്മൾക്ക് ഒന്ന് ഇതുപോലെ തിരിച്ചു കൊടുക്കണം. ഒന്ന് അതിനെ 2 എൻഡുകളും നല്ല ടൈറ്റായിട്ട് നമ്മൾ വെള്ളമൊന്നും കടക്കാത്ത രീതിയിൽ നമ്മളൊന്ന് തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലിങ് റാപ്പിലായാലും ഇതുപോലെ ചെയ്തെടുക്കുക. പക്ഷേ വെള്ളത്തിൽ ഇടുമ്പോൾ അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇടേണ്ടെന്ന് വിചാരിച്ച്, ചൂടുള്ളതായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ ഒരു അലുമിനിയം ഫോയിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ക്ലിങ് റാപ്പ് ഓക്കെ ആണെങ്കിൽ അതിലായാലും ഇതുപോലെ ചെയ്തെടുത്താൽ മതി.
അങ്ങനെ ഒരു 8 എണ്ണം ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്, വെള്ളം അകത്തേക്ക് കയറാത്ത രീതിയിൽ, മാക്സിമം വെള്ളം അകത്തേക്ക് കയറാത്ത രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ടൈറ്റായിട്ട്. ഇനി നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഓരോ റോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ റോൾസ് നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 15 മിനിറ്റ്സോളം ആണ്. അപ്പോൾ 15 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല തിളക്കണ വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക വേണ്ടത്. കണ്ടില്ല, അപ്പോൾ ഈ ഒരു തിളച്ച വെള്ളത്തിൽ ഇടുന്ന കാരണമാണ് ഞാൻ ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്യാതിരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫോയിൽ യൂസ് ചെയ്യാൻ നോക്കുക, ക്ലിംഗ് റാപ്പ് ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട്. അങ്ങനെ 15 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് ഐസ് ക്യൂബ് ഇട്ട ഒരു വെള്ളത്തിൽ ഐസ് ക്യൂബ് ഇട്ട് വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ ഡയറക്റ്റ് ഈ ഒരു മീറ്റിനെ മാറ്റാൻ പോകുന്നത്. നോർമൽ വാട്ടറിലേക്കാണ് മാറ്റുകയാണെങ്കിൽ ഇത് ശരിക്കും ഇപ്പോൾ നല്ല തിക്കായിട്ട് ഒരു ഹാർഡായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോർമൽ വാട്ടറിലേക്ക് മാറ്റുന്ന സമയത്ത് ഒന്നുകൂടി ഭയങ്കര ലൂസാവും. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു കോൾഡ് വാട്ടറിലേക്കാണെങ്കിൽ നല്ലതുപോലെ സ്റ്റിഫായിട്ട് നിൽക്കും. ഇനി നമുക്ക് അതിൻ്റെ 2 സൈഡുകളും കട്ട് ചെയ്തെടുത്തതിന് ശേഷം, നന്നായിട്ട് കൂളായിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഇത് 2 ഭാഗവും നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് മാക്സിമം നമ്മൾ വെള്ളം എത്തിക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ട, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, സോസേജിൻ്റെ ശരിക്കും സോസേജാണ്, പ്രത്യേകിച്ച് ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് കുക്കായിട്ടുള്ളതാണ്, പക്ഷേ നമുക്ക് ഒലിവ് ഓയിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ എല്ലാ സൈഡുകളും ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഡയറക്റ്റ് കുക്ക് ചെയ്യണില്ല അല്ലെങ്കിൽ ഫ്രൈ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 2 മാസം തന്നെ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ സോസേജ് ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ടൈപ്പ് ഓഫ് ബ്രെഡ് ഐറ്റംസിൻ്റെ ഒപ്പം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. പിന്നെ റൈസ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം സെർവ് ചെയ്യാം. പിന്നെ നമുക്ക് സോസേജിൻ്റെ കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, സോസേജൊക്കെ സേഫാവും, മക്കൾക്കും സേഫായിട്ട് നമുക്ക് സമാധാനത്തിൽ കൊടുക്കുകയും ചെയ്യാം, നമുക്ക് കഴിക്കുകയും ചെയ്യാം, ഹെൽത്തിയുമാണ് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കണൊന്നും മറക്കാതെ പ്രസ് ചെയ്യാൻ വേണം, എനേബിൾ ചെയ്യുക. പിന്നെ ഉറപ്പായിട്ട് നിങ്ങളെ കമൻസ് എന്തായാലും അറിയിക്കുക. എന്തെങ്കിലും സജഷൻസോ ഉണ്ട്, മാറ്റങ്ങളോ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക. താങ്ക് യു സോ മച്ച്.